ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീടിനകത്ത് ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല സ്മെല്ല് എങ്ങനെ നിലനിർത്താം എന്നുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂത്രം ഒഴിച്ചാൽ തന്നെയും ബെഡാണേലൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ മൂത്രം ഒഴിച്ചാൽ തന്നെയും ആ ഭാഗത്ത് കുറച്ച് സോപ്പ് പൊടി കലക്കിയ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു മണത്തിന് വേണ്ടി കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരുപാട് നനയാൻ പാടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ബെഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറേ നാളത്തേക്ക് കുട്ടികൾ മൂത്രം ഒഴിക്കുന്ന കാലം വരെയും അങ്ങനെ ചെയ്താൽ നമുക്ക് ബെഡൊക്കെ എപ്പോഴും നല്ല വൃത്തിയായി തന്നെ ഇരിക്കും. അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഈ വേസ്റ്റുകളൊക്കെ ഇടുന്ന ഇതിനകത്ത് ഇരുന്ന് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സ്മെല്ല് നമുക്ക് അതിൽ നിന്നും ഒഴിവായി കിട്ടും. ഇനിയിപ്പം അതേപോലെ തന്നെ കുഷ്യൻ സെറ്റിലൊക്കെ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ തന്നെയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിടുന്ന പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഭാഗം പൊടി തട്ടിയെടുക്കുക. അതേപോലെ തന്നെ കിച്ചണിൽ പാത്രങ്ങളും വേസ്റ്റുകളും എല്ലാം കൂടെ കൂടി കിടക്കുമ്പോഴത്തേനും നമുക്ക് ആകെ തലവേദനയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ പാത്രങ്ങൾ അപ്പം തന്നെ നമ്മൾ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കൂട്ടിയിടരുത്. അപ്പോൾ ബാഡ് സ്മെല്ലായിരിക്കും അടുക്കള നമ്മൾ രാവിലെ കാണുമ്പോൾ തന്നെ സ്മെല്ലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ തുടയ്ക്കുന്ന തുടപ്പയിൽ അഴുക്കുണ്ടെങ്കിൽ തന്നെയും ബാഡ് സ്മെല്ല് ആ റൂമിലൊക്കെ നമ്മൾ തുടച്ചാലും വൃത്തിയാകത്തില്ല. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് കണ്ടും ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ നാരങ്ങ കയ്യിലുണ്ടെങ്കിൽ വാടിയ നാരങ്ങ ആണെങ്കിലും മതി. നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഇതേപോലെ ഒന്ന് വെച്ചാൽ ആ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും. അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇതേപോലെ നമ്മൾ ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ടിന്നുകളുണ്ടല്ലോ, ചെറിയ ടിന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ കളയാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് ഇതേപോലെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2-3 ടിന്നിനകത്ത് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും. അതേപോലെ കബോർഡിനകത്ത് വെച്ച് കൊടുക്കാം. കിച്ചണിന് അങ്ങനെ ഒക്കെയുള്ള സ്ഥലത്തൊക്കെ ഇത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ഫുൾ തൈലം ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കുറച്ച് പഞ്ഞിയിലൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്മെല്ല് പെട്ടെന്ന് നല്ലൊരു സ്മെല്ലുണ്ടാകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആരും കാണാൻ ഭാഗത്ത് ആ പഞ്ഞി നമുക്ക് വെച്ച് കൊടുക്കാം, കബോർഡിലാണേലും എവിടെയാണേലും. പിന്നെ ഉള്ള ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഇതേപോലെ നമ്മൾ കിച്ചണിലൊക്കെ വെച്ചാൽ നല്ലൊരു മണമായിരിക്കും. പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇലയുണ്ടല്ലോ, നവരയില, ആ നവരയില ഒന്ന് കൈ വെച്ച് നെക്കിയിട്ട് നമ്മുടെ കിച്ചണിൽ എവിടെയൊക്കെയാണ് പല്ലി വരുന്നത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. നല്ലൊരു ടിപ്പാണത്. അപ്പോൾ അങ്ങനെ നല്ലൊരു മണമുള്ളത് കൊണ്ട് അങ്ങനെ പല്ലിയും ഒഴിവാക്കാം. അതുമാത്രമല്ല നമ്മുടെ കിച്ചണിലൊക്കെ രാത്രി ഇതൊക്കെ ക്ലീനാക്കിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് രാവിലെ നമ്മൾ എണീക്കുമ്പം തന്നെ നല്ലൊരു മണമായിരിക്കും. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് തന്നെ. അതേപോലെ തന്നെ പിന്നെ എവിടെയൊക്കെയാണോ നമുക്ക് പല്ലി വരുന്നതോ അത് ഒഴിവാക്കി കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഇതേപോലെ ഐസ് ക്യൂബാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഐസ് വയ്ക്കുന്ന ആ ട്രേക്കകത്ത് തന്നെ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് വെള്ളം ചേർത്ത് വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരി 1 ടേബിൾ സ്പൂൺ അളവിൽ മതിയാകും. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ക്യൂബ് എടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ആ തൊലിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് നമുക്കെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നല്ല ഐസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലൊക്കെ സിങ്ക് രാത്രി വൃത്തിയാക്കിയതിന് ശേഷം നല്ലൊരു മണമായിരിക്കും ഇതിട്ട് കൊടുത്താലും. അപ്പോൾ സിങ്കിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോഴത്തേനും തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്, നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് കൈ കഴുകുന്ന വാഷ് ബേസിനിലും ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് വിനാഗിരിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഹോളിനകത്ത് നിന്ന് വരുന്ന ചെറിയ പാറ്റ, ഉറുമ്പ് അങ്ങനെയൊക്കെയുള്ള ശല്യം ഇല്ലാതാവും. അപ്പോൾ ഇതേപോലെ വാഷ് ബേസിനിൽ ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമായിരിക്കും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ തുണികളൊക്കെ മടക്കി ഇങ്ങനെ വെക്കുമ്പോഴത്തേനും അതിനകത്ത് സോപ്പ് ഇതേപോലെ വെച്ചാൽ നല്ലൊരു മണം കിട്ടും. സോപ്പ് വെച്ച് കൊടുത്താലും
പിന്നെ നമ്മുടെ കോട്ടൺ തുണിയിലോ അതല്ലെങ്കിൽ ഇതേപോലെ ടിഷ്യൂ പേപ്പറിലോ കുറച്ച് നല്ലൊരു പെർഫ്യൂം അടിച്ചിട്ട് നമ്മൾ തുണികളുടെയൊക്കെ ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ നമ്മൾ അലമാരയൊക്കെ തുറക്കുമ്പോഴാണേലും തുണികൾ എടുക്കുമ്പോഴാണേലും നല്ലൊരു മണമായിരിക്കും. അപ്പോൾ വീട് മൊത്തം ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലൊരു മണം നിലനിൽക്കും. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.